J.K. Rahul Manguttathil is a sexual predator who systematically misuses his political power to groom, deceive and exploit young women. His conduct is a grave violation of public trust and incompatible with the responsibilities of an elected representative. എന്ന് പറഞ്ഞാൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പെൺകുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചൂഷണം ചെയ്യുന്ന, ചതിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു പ്രഡേറ്ററാണ് എന്നാണ് രണ്ടാമത്തെ പരാതിയിൽ പരാതിക്കാരി പറയുന്നത്. അത് ആ പരാതിക്കാരി പേര് മറച്ചു വെക്കുന്നു. അതുകൊണ്ട് ആ പരാതി അവാസ്തവമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ ജെക്സി തോമസ്. പോലീസ് അന്വേഷിക്കട്ടെ. അത്തരത്തിൽ ഒരാൾ ഇപ്പോഴും ഏതേതോ ദേശങ്ങളിൽ അലഞ്ഞലഞ്ഞ് നടക്കുകയാണ്. ആദ്യം പറയുന്നു കോയമ്പത്തൂരാണെന്ന് പറയുന്നു, പിന്നെ പറയുന്നു പൊള്ളാച്ചിയാണെന്ന് പറയുന്നു, ഇപ്പോൾ പറയുന്നത് കർണാടകയിലെ അനക്കര എന്ന് പറഞ്ഞ ഏതോ സ്ഥലത്ത് ഏതോ നിർമ്മാണ റിസോർട്ടിലാണെന്ന് പറയുന്നു. ഇപ്പോഴും പരിശോധനയാണ്. ഇയാളെ പിടികൂടാനാവാത്ത വണ്ണം കഴിവുകെട്ടവരാണോ നമ്മുടെ പോലീസ് സംവിധാനം? ജെക്സി തോമസ്. അക്കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ടതില്ല. കാരണം ഈ സംഘമാകെ കേരളത്തിൽ കിട്ടിയോ എന്ന് ചോദിച്ച് കൗണ്ട് ഡൗൺ ഇട്ട് നടന്ന ആളുകളാണ്. അങ്ങേക്ക് ഓർമ്മയുണ്ടാകും, അങ്ങയുടേതടക്കമുള്ള മാധ്യമ മുറികളുടെ ഇഷ്ടവിഭവത്തിന്റെ പ്രതീകം എന്നതുപോലെ ഇദ്ദേഹം കോൺഗ്രസിനെ പ്രതിദാനം ചെയ്ത് ഇടതുപക്ഷത്തെ ആക്രമിക്കാനൊക്കെ വന്നുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പൊ പോലീസിന്റെ കാര്യപ്രാപ്തി, കാര്യശേഷിയെ സംബന്ധിച്ച് ഇതേ സംഘം, പ്രത്യേകിച്ച് ഇപ്പൊ ഒളിവിൽ പോയിട്ടുള്ള കോൺഗ്രസിന് താൽക്കാലികമായി വേണ്ടാത്ത ഈ സംഘത്തലവൻ, അദ്ദേഹം തന്നെ കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. അങ്ങനെ ആക്ഷേപിക്കാനും ആക്രമിക്കാനും ശ്രമിച്ച അതേ ആളുകളുടെ മുമ്പിലൂടെ ആ കേസിലെ അടക്കം പ്രതികളെ പോലീസ് ഏത് ബഹറിനുള്ളിൽ പോയി ഒളിച്ചാലും കൈയോടുകൂടെ പിടികൂടി കയ്യാമം വെച്ച് കൊണ്ട് നടന്നതും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അതേ സമീപനം ഈ കേസിലും ഉണ്ടാകും. ഇദ്ദേഹം ഏത് കർണാടകയിലെ കാടിനുള്ളിൽ പോയി ഒളിച്ചാലും, ഏത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ സംരക്ഷണയിൽ ജീവിക്കാൻ ശ്രമിച്ചാലും, ഏത് പൊന്നാപുരം കോട്ടയ്ക്കുള്ളിൽ സംരക്ഷണം തീർക്കാൻ ഇദ്ദേഹത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രമിച്ചാലും ഇദ്ദേഹത്തെ പിടികൂടുക തന്നെ ചെയ്യും. കയ്യാമം വെച്ചുകൊണ്ട് ഈ ബലാത്സംഗ വീരനായിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിനിധി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ പോലീസിനാൽ നയിക്കപ്പെടുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. പക്ഷേ ചർച്ചയുടെ പ്രസക്തമായ ഒരു ഘട്ടത്തിൽ അങ്ങ് ആവർത്തിച്ച് ഈ കാര്യത്തിൽ, അതായത് ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൽ പ്രഡേറ്റർ ഗ്യാങ് ആയി മാറിയിട്ടുള്ള നമ്മുടെ കോൺഗ്രസിലെ ഒരു വിഭാഗം, ആ വിഭാഗത്തിന് കോൺഗ്രസ് നൽകുന്ന സംരക്ഷണയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ബഹുമാനീയനായ കോൺഗ്രസ് പ്രതിനിധിക്ക് തിരികെ മറുപടി പറയാൻ ആകെ 1-2 പേരേയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഓരോ കോൺഗ്രസ് നേതാവിനും ഓരോ പാർട്ടി അങ്ങനെയാണോ നമുക്ക് കാണാൻ കഴിയുക? എത്ര അനുഭവങ്ങളുണ്ട്. ആറ്റിങ്ങൽ മുതൽ കണ്ണൂർ വരെയുള്ള കോൺഗ്രസിന്റെ പാർലമെന്റ് മെമ്പർമാർ ക്യൂ നിൽക്കുകയാണ്. ആരെ ന്യായീകരിക്കാൻ, ആരെ വിളിപ്പിക്കാൻ? അപ്പൊ അദ്ദേഹം ചില പേരുകൾ മാത്രമാണ് കോൺഗ്രസിന്റെ പ്രതിനിധി തിരികെ ചോദിക്കുന്നത്. CPM ഇങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കാൻ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ നവമണ്ഡലത്തിൽ ഇത്തരമൊരു അനുഭവം ഉണ്ടോ? ആരുടെയെങ്കിലും പേരിനോട് ചേർത്ത് വെച്ച് പറയാൻ കഴിയുന്നത്? ഇത് അൺയൂഷ്വൽ ആൻഡ് അൺപ്രീസിഡന്റ് എന്നുള്ളത് ആലങ്കാരികമായി പറയുന്നതല്ല. ഇന്നയോളമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൽ, ഒരു സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം ഏതെടുത്ത് പരിശോധിച്ചാലും ഇതേപോലെ ആളുകളെ രാഷ്ട്രീയത്തിന്റെ അധികാരം ഉപയോഗിച്ച് ചതിക്കുകയും വഞ്ചിക്കുകയും ലൈംഗിക ദുരുപയോഗം ചെയ്യുകയും ഒടുവിൽ കൊലപാതക ശ്രമത്തിന് വരെ ഭീഷണി കൊണ്ട് മറുപടി പറയുകയും ചെയ്യുന്ന ഇത്തരം ഒരു അനുഭവം എന്റെയും അങ്ങയുടെയും ഓർമ്മകളിൽ ഇത് ആദ്യമാണ്. ഇതിന് മറ്റൊരു വ്യക്തിയുമായിട്ടും സമീകരണങ്ങളില്ല, മറ്റൊരു പാർട്ടിയുമായിട്ടും മറ്റൊരു സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനവുമായിട്ടും സമീകരണങ്ങളില്ല. അങ്ങൊന്ന് ആലോചിച്ച് നോക്ക്, ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങളെ കേരളത്തിലെ കോൺഗ്രസിന് തന്നെ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. ആങ്കർ ഇപ്പൊ സൂചിപ്പിച്ചു, ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റിന്റെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതികരണത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. സർവശക്തനാണ് എന്ന് കോൺഗ്രസുകാരാൽ കരുതപ്പെടുന്ന ഏറ്റവും പ്രമുഖ നേതാവാണല്ലോ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയുടെ പേര് ഡോക്ടർ ആശ എന്നുള്ളതാണ്. ആ നിലയിലല്ല അവരെ അഭിസംബോധന ചെയ്യേണ്ടത്. അവർ സ്വന്തമായ അസ്തിത്വവും വ്യക്തിത്വവും ഉള്ള ഒരു സാമൂഹ്യ പ്രവർത്തക കൂടെയാണ്. ഈ വിഷയത്തിൽ അവർ ഒരു പ്രതികരണം നടത്തി. മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പ് ആ നടത്തിയ പ്രതികരണവും എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടതായിട്ട് വന്നിട്ടില്ലേ? ഷാനിമോൾ ഉസ്മാൻ മുതൽ ബിന്ദു കൃഷ്ണ വരെയുള്ള നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന്റെ വനിതാ നേതൃത്വത്തോട് നിങ്ങളുടെ പാർട്ടിയിൽപ്പെടുന്ന ഈ അടിമ സംഘം, ഏതോ അച്ചാരം പറ്റി പണിയെടുക്കുന്ന കോൺഗ്രസിന്റെ അടിമ സംഘം സ്വീകരിച്ച സമീപനം എന്താണ്? അവരോട് സ്വീകരിച്ച പ്രതികരണം എന്താണ്? CWC അംഗമല്ലേ ആദരണീയനായ മുൻ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയാൻ കഴിയുന്ന ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ കിട്ടിയ പ്രതികരണം എന്തായിരുന്നു? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ നോക്കി കെയ്ക്കച്ചൻ എന്ന് വിളിച്ചു പറഞ്ഞത് CPIM ആണോ, ഇടതുപക്ഷമാണോ? കോൺഗ്രസിന്റെ അന്തസ്സും ആഭിജാത്യവും സമൂഹ മധ്യത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ സൈബർ അണികളല്ലേ, സൈബർ ഗുണ്ടാപ്പടയല്ലേ? എന്താ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതികരണം? എന്നിട്ട് അതിനൊക്കെ തലതൊട്ടപ്പൻ എന്ന നിലയിൽ KPCCയുടെ മുൻ പ്രസിഡന്റും സമുന്നത നേതാവുമായിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിട്ടുള്ള കണ്ണൂർ പാർലമെന്റ് മെമ്പർ ഇദ്ദേഹത്തെ ന്യായീകരിക്കുകയാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് മെമ്പർ ഇദ്ദേഹത്തെ ന്യായീകരിക്കുകയാണ്.
വിലക്കെടുക്കപ്പെട്ട കേരളത്തിലെ കോൺഗ്രസ് സംഘം ഇന്ന് ക്രിമിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഈ സെക്ഷൽ പെർവർട്ട് ഗ്യാങ്ങിന്റെ കയ്യിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ പ്രതികരണം നടത്തിയില്ലേ, ഞാൻ ഈ സംഘത്തെ ഭയന്നുകൊണ്ട് മിണ്ടാതിരുന്നില്ലല്ലോ, അപ്പൊ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ധീരതയും അന്തസ്സും ഉണ്ടെന്നൊക്കെ അദ്ദേഹം അവകാശപ്പെടുകയാണ്. അങ്ങയുടെ അവകാശവാദത്തെ ഞാൻ പൂർണ്ണമായും ഖണ്ഡിക്കുകയല്ല. പക്ഷെ അങ്ങനെ അവകാശപ്പെടുമ്പോൾ ചില ചോദ്യങ്ങൾ സ്വാഭാവികമായി തിരികെ ഉയരും. കാരണം എന്താണ്? വര എവിടെ വരയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. കാരണം എന്താ? അങ്ങ് അടൂർ നഗരസഭയിലെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുക, ഏറാത്ത് ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുക, പാലക്കാട് നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുക. കോൺഗ്രസിന്റെ തീരുമാനത്തിനപ്പുറം ഈ സ്ഥാനാർത്ഥികളായി വന്നിട്ടുള്ളവർ ആരാണ്? അതിലെ ഒരു പേരുകാരൻ ആരാണ്? ഇപ്പോൾ ആങ്കർ ഈ പരാതി സൂചിപ്പിച്ചല്ലോ, ആ പരാതിയിൽ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം ഈ തെമ്മാടി കൂട്ടത്തിന്റെ ഭീഷണികൾക്ക് പുല്ലുവില കൽപ്പിക്കാതെ പരാതി കൊടുത്ത സർവൈവർ ഉണ്ടല്ലോ, ആ സർവൈവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത് ബലാത്കാരത്തിന് ഇരയാക്കിയതിനു ശേഷം തന്നെ കൊണ്ടുവരാനും കൊണ്ടുവിടാനും ഡ്രൈവറായി ഉപയോഗിച്ചയാൾ, ആ ഡ്രൈവർക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നു കോൺഗ്രസ്. അങ്ങനെ ആലോചിച്ച് നോക്ക. ഇതേ ഈ സെക്ഷൽ പ്രിഡേറ്ററെ ന്യായീകരിക്കാൻ നാവ് വാടകയ്ക്ക് കൊടുത്ത ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വന്നപ്പോ ആ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ മാലയിട്ട് സ്വീകരിക്കുന്നു. എന്തൊരു ഗതികേടാണ് കേരളത്തിലെ കോൺഗ്രസിന്. കോൺഗ്രസ് എല്ലാവരും ഇങ്ങനെയല്ല, മഹാഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും അന്തസ്സുള്ളവരാണ്, തർക്കമേതുമില്ല. പക്ഷെ എന്താണ്? ഈ ന്യൂനപക്ഷം വരുന്ന ഈ പ്രിഡേറ്റർ ഗ്യാങ്ങിന്റെ കയ്യിലായി ഇന്നത്തെ കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രിഡേറ്റർ, ഈ ലക്ഷണമൊത്ത വേട്ടക്കാരൻ, എന്റെ അഭിപ്രായമല്ല, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പ്രിഡേറ്ററെ ന്യായീകരിക്കാൻ വന്ന ജില്ലാ പഞ്ചായത്ത് അംഗത്തെ മാലയിട്ട് കോൺഗ്രസ് സ്വീകരിക്കുന്നു. ഈ പ്രിഡേറ്റർക്ക് ബലാത്സംഗം ചെയ്യാൻ സ്ത്രീകളെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കൊണ്ടുവന്ന് നടന്ന ഡ്രൈവർക്ക് അടൂർ നഗരസഭയിൽ സീറ്റ് കൊടുത്തിരിക്കുന്നു. അതായത് ഒരു ബലാത്സംഗ കേസിൽ ഡ്രൈവറായി പോയവന് വരെ കോൺഗ്രസ് സീറ്റ് കൊടുത്ത് ആദരിക്കുന്നു. ബലാത്സംഗ കേസിലെ പ്രതിയെ ന്യായീകരിക്കുന്നയാൾക്ക് കോൺഗ്രസിൽ മാലയിട്ട് സ്വീകരണം കൊടുക്കുന്നു. ഈ സ്വീകരണമൊക്കെ നടത്തിയിട്ട് നിങ്ങൾ ആരെ തള്ളി പറഞ്ഞു എന്നാണ് പറയുന്നത്? നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്? DGPക്ക് പരാതി കൈമാറി പോലും. നവംബർ 28-ന് മറ്റൊരു പരാതി കിട്ടിയിരുന്നല്ലോ, ആ പരാതി എന്തുകൊണ്ട് കേരള പോലീസിന് കൈമാറിയില്ല? ഇത് വീക്ക് പ്രസിദ്ധീകരിച്ച വാർത്തയിൽ പറയുന്നുണ്ടല്ലോ, കോൺഗ്രസിന്റെ മുൻ എംപിയും കുടുംബവും AICCയുടെ മുമ്പിൽ തൊഴുകൈകളോടുകൂടെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞ പരാതി ഉണ്ടല്ലോ, ആ പരാതി എന്തുകൊണ്ട് നിങ്ങൾ കേരളത്തിന്റെ പോലീസിനോ DGPക്കോ കൈമാറിയില്ല? ബാർക്ക് റേറ്റിംഗിൽ പ്രഥമ സ്ഥാനം അവകാശപ്പെടുന്ന ചാനലിലെ മാധ്യമ പ്രവർത്തകരുടെ പരാതി നമ്മുടെ മുമ്പിലുണ്ടല്ലോ, ആ പരാതി എന്തുകൊണ്ട് നിങ്ങൾ പോലീസിനോ DGPക്കോ കൈമാറുന്നില്ല? മറ്റൊരു ചാനലിലെ മാധ്യമ പ്രവർത്തകരുടെ പരാതി ഉണ്ടല്ലോ, ആ പരാതി എന്തുകൊണ്ട് നിങ്ങൾ കേരള പോലീസിനോ DGPക്കോ കൈമാറുന്നില്ല? പരാതികൾ നൂറുകണക്കിന് നിങ്ങളുടെ കിട്ടിയ പരാതിയൊക്കെ അടച്ചുപൂട്ടി താഴിട്ട് വെച്ച് KPCC ഓഫീസിൽ വെച്ചിട്ട് ഇവനെ പോലുള്ളവരെ ന്യായീകരിക്കാനും അവന്റെ ഡ്രൈവറായി പോയവന് സീറ്റ് കൊടുക്കാനും അവനെ ന്യായീകരിക്കാനും വന്നവർക്ക് മാലയിട്ട് സ്വീകരണം കൊടുക്കാനും അധപ്പതിപ്പിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ സംഘമായി കേരളത്തിലെ UDFും കോൺഗ്രസും മാറിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇതിനെ സംബന്ധിച്ച് കാഴ്ചകൾ കാണുന്നുണ്ട്. അവർ നിങ്ങൾക്കുള്ള മറുപടി നൽകും. അതാണ് അക്കാര്യത്തിൽ വിശദീകരിക്കാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.